ഇവിടെയും ഇന്നത്തെ കറന്റ് സിറ്റുവേഷൻ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ എല്ലാവരുടെയും സേഫ്റ്റി ഉറപ്പാണ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും സേഫായിരിക്കുക എന്നുള്ള ഒരു മെസ്സേജുകൾ നൽകിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ സൂം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു സൂം മീറ്റിംഗിൽ പ്രസന്റ് ആവുന്നത്. കഴിഞ്ഞ സൂം മീറ്റിംഗോട് ശേഷം വരുന്ന സൂം മീറ്റിംഗോട് കൂടി ഒരുപാട് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നൽകണം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇത്ര നാളും സൂം മീറ്റിങ്ങുകൾ വിളിക്കാനും കണ്ടക്ട് ചെയ്യാനും വൈകിക്കൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഇത്രയും നാള് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലതാമസം എടുക്കുകയുണ്ടായിട്ടുണ്ട്. ആ ഒരു കുറ്റബോധത്തോടു കൂടി തന്നെയാണ് ആദ്യമേ നിങ്ങളുടെ മുന്നിൽ ഈ സൂം മീറ്റിൽ ഞാൻ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എക്സ്ചേഞ്ച് ലിസ്റ്റിങ്ങിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് മുന്നിട്ട് നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റിക്കും ഒരു പ്രതീക്ഷ ഇന്ന സമയത്തിനുള്ളിൽ ലിസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു പ്രതീക്ഷ നൽകാൻ എനിക്ക് സാധിച്ചിരുന്നു. ഞാൻ അത് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള പല സാഹചര്യങ്ങളിലും കണക്ക് കൂട്ടിയിട്ടാണ്. പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിൽ മാത്രമല്ലാത്ത ഒരു കാര്യമുണ്ട്. എക്സ്ചേഞ്ചുകളുടെ സപ്പോർട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യപ്പെട്ടിരുന്ന പല ക്രൈറ്റീരിയകളും നമ്മൾ ഉദ്ദേശിച്ച സാഹചര്യത്തിൽ നമുക്ക് ഫിനിഷ് ഓഫ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എങ്കിൽ തന്നെയും ഇപ്പോഴും ഇതേ കാരണത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ കുറ്റബോധം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പറയുന്നു. നിങ്ങൾക്ക് മുന്നിൽ എന്ത് തന്നെയാണോ വാഗ്ദാനം ചെയ്തതും വാക്കുകൾ നൽകിയതും അതേ വാക്കുകൾ പാലിക്കുമെന്നുള്ള കഠിനമായിട്ടുള്ള ഒരു വാക്ക് തന്നെ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് ലിസ്റ്റിങ്ങിൽ സാധിച്ചില്ല എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ ഓരോ സാഹചര്യങ്ങളിലും നമ്മുടെ ടയർ 2 റേഞ്ചിലുള്ള എക്സ്ചേഞ്ചുകളിൽ നിന്ന് അടുത്ത ഏറ്റവും കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു ക്രൈറ്റീരിയയിലേക്ക് ഉള്ള എക്സ്ചേഞ്ച് ആണ് ബിങ്എക്സ്. ഈ ബിങ്എക്സ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും അടുത്ത ടാസ്ക്. പലരും പല അഭിപ്രായങ്ങൾ പല നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ പോലും വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 30,000 കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അല്ലെങ്കിൽ ടോക്കൺ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി. നമുക്ക് ഇത്ര ടോക്കൺ ഹോൾഡേഴ്സിന് മുകളിൽ 50,000-ന് മുകളിൽ വേണം എന്നുള്ള ആവശ്യം കമ്മ്യൂണിറ്റിയെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഏറ്റവും കൂടുതൽ ഇത്തരം സാഹചര്യങ്ങളിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് വെറും 4-5 ദിവസം കൊണ്ട് 50,000-ന് മുകളിൽ ടോക്കൺ ഹോൾഡേഴ്സിനെ അച്ചീവ് ചെയ്യിക്കാൻ നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റിങ്ങിന് ആയി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരുവിധം ക്രൈറ്റീരിയകൾ നമ്മൾ ഫിനിഷ് ഓഫ് ചെയ്യുകയുണ്ടായി. എത്രയും പെട്ടെന്ന് തന്നെ ലിസ്റ്റിംഗ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് മുന്നിൽ ഓരോ ഡേറ്റുകൾ പറഞ്ഞ് ഇന്ന ടൈമിൽ ലിസ്റ്റ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി പലപ്പോഴും അറിയിച്ചിട്ടുണ്ടായിട്ടും നമ്മൾക്കത് ചെയ്യാൻ ഉള്ള തടസ്സങ്ങൾ പലതും നേരിട്ടുണ്ട്. അതിന് പ്രത്യേകമായി വിനീതമായി ഒന്നുകൂടെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇന്ന ഡേറ്റ് പറയുന്നതിൽ ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെങ്കിൽ അതിന് ഒരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത് തന്നെ ദിവസങ്ങളിൽ തന്നെ ലിസ്റ്റിങ്ങിനുള്ള കാര്യങ്ങൾ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ട് എന്നറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് TA പോലത്തെ മിമിക് കോയിൻസ് ഒക്കെ 77.7 ട്രില്യൺ ടോട്ടൽ സപ്ലൈ വരുന്ന അത്തരം മിമിക് കോയിൻ പോലും നമ്മുടെ ടോക്കണുകൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു കൃത്യമായ ഒരു സെൽഫ് സസ്റ്റൈൻഡ് എക്കോസിസ്റ്റം ഉള്ള ഒരു യൂട്ടിലിറ്റി ഉള്ള യഥാർത്ഥമായ ടോക്കണാണ്. ഇത്തരം മിമിക് കോയിൻ ഉള്ള മെമി ടോക്കൺസ് പോലും വെറും 10 സെന്റിൽ ലിസ്റ്റ് ചെയ്ത സാധനം കഴിഞ്ഞ മാർച്ച് 2 ബിങ്എക്സ് പോലത്തെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കണ്ടു കാണാം, അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലൊക്കെ പലരും പല മെസ്സേജുകളും ഷെയർ ചെയ്ത് കണ്ടു കാണാം. അതൊക്കെ $18 $10 പ്രൈസിലേക്ക് എത്തുന്നുണ്ട്. ഇന്നും നമ്മുടെ ഭാഗത്തു നിന്നും നമ്മുടെ ടോക്കണിന്റെ ഒരു ക്രൈറ്റീരിയ വെച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പെക്സ് ടോക്കൺ ഒരിക്കലും നമ്മൾ എവിടെയും നിർത്തിപ്പോകില്ല. 3 വർഷത്തോളമായി നമ്മുടെ ടോക്കൺ നമ്മളിവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോം ഇവിടെ ലൈവ് ആയിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന പല ലീഡേഴ്സും പല പ്രൊജക്റ്റുകളിലും പല രീതികളിലും പല പ്രൊജക്റ്റുകളുടെ പുറകെ പോയിട്ടുണ്ടായിരുന്നപ്പോൾ പോലും ഒരിക്കലും കമ്മ്യൂണിറ്റിയെ ഉപേക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്കുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തിയോ ഒരിക്കലും ഞങ്ങൾ ഈ പ്രൊജക്റ്റുകൾ നിർത്തി പോവില്ല എന്ന്
വീണ്ടും വീണ്ടും നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഒരു വളരെ നിസ്സാരമായ നമ്മുടെ കമ്പനിയുടെ ഇത്രയും നാൾ ഈ 3 വർഷം ഓടിയിരുന്ന റണ്ണിങ് കോസ്റ്റ് പോലും നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. പലരും കൺഫ്യൂസ്ഡ് ആണ്. ഒരുപാട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ചോദിക്കും, നിങ്ങൾ അപ്പെക്സ് ടോക്കൺ സ്റ്റോപ്പ് ആയോ, അപ്പെക്സ് ടോക്കൺ നിർത്തിയോ, അപ്പെക്സ് ടോക്കൺ എന്ത് സംഭവിച്ചു, അപ്പെക്സ് ടോക്കൺ നിന്നുപോയോ എന്നുള്ളൊരു ഇതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നിലവിലെ മാർക്കറ്റിലുള്ള യൂട്ടിലിറ്റി അല്ലെങ്കിൽ നിലവിലുള്ള മാർക്കറ്റ് ടോട്ടൽ മാർക്കറ്റ് സപ്ലൈ ഇക്കാലം അത്രയും നമ്മൾ മാർക്കറ്റിൽ ലൈവായി ഉണ്ടായിട്ട് പോലും ആകെ 6% ടോക്കണെ പുറത്തിറങ്ങിയിട്ടുള്ളൂ. നമ്മൾ ടോട്ടൽ സപ്ലൈയുടെ 6% ടോക്കണുകൾ മാത്രമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ ടോക്കണുകളെ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് പ്രൈസിൽ ഞങ്ങളുടെ ഒരു മാസത്തെ നമ്മൾ കമ്പനി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാസത്തെ റണ്ണിങ് കോസ്റ്റ് വേണ്ട നമുക്ക് ഈ ടോക്കണുകളെ തിരിച്ച് നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ. അതിനാദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ടോക്കണിന്റെ പ്രൈസ് കുറയുന്നത് എന്നുള്ളതാണ്. കൃത്യമായ ഒരു യൂട്ടിലിറ്റി കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടോക്കൺ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്ന ആകെ എക്സ്ചേഞ്ചുകളിലാണ്. ഈ എക്സ്ചേഞ്ചുകളിൽ മാത്രമേ നമ്മുടെ ടോക്കണിന്റെ ഒരു യൂസേജ് ഉണ്ടാകുന്നുള്ളൂ. ഈ എക്സ്ചേഞ്ചുകളിലാണ് സ്വാഭാവികമായിട്ടും സെല്ലിംഗ് ഉണ്ടാകുന്നത്, സെല്ലിംഗ് പ്രഷർ കൂടുന്നത്. കാരണം നമ്മുടെ ടോക്കൺ മറ്റൊരു പ്ലാറ്റ്ഫോമിലും യൂസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞാൻ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ മാത്രം നിൽക്കുന്നില്ല, എങ്കിലും ആ പറഞ്ഞ വാക്കുകളെ ഇപ്പോഴും അത് നമ്മൾ ഏറ്റവും അച്ചീവ് ചെയ്യുന്നതിന്റെ ഏറ്റവും അടുത്ത് തന്നെ എത്തിയിരിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒപ്പം ഒരു യൂട്ടിലിറ്റി പ്രൊജക്റ്റ് കൂടെ കൊണ്ടുവരികയാണ്. ഈ യൂട്ടിലിറ്റി പ്രൊജക്റ്റ് മറ്റ് പ്രൊജക്റ്റുകളും അല്ലെങ്കിൽ മറ്റ് അപ്ഡേറ്റുകൾ നൽകുന്നതിനോടൊപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പരിമിതികളിൽ അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല. അതോടെ പക്ഷേ യൂട്ടിലിറ്റി കൊണ്ടുവരും എന്ന് പറയുന്നതിന് ഈ മാർച്ച് 31 മുമ്പ് യൂട്ടിലിറ്റി പ്രൊജക്റ്റ് തീർച്ചയായിട്ടും കൊണ്ടുവരും. ഈ യൂട്ടിലിറ്റി പ്രൊജക്റ്റ് എന്താണെന്നും കൂടെ വ്യക്തമാക്കി തരാം. ഓൾറെഡി നമ്മൾ പലപ്പോഴായി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ബുക്ക് മൈ ഷോ പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മൂവി ടിക്കറ്റുകൾ അപ്പെക്സ് ടോക്കൺ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിങ്ങുകൾ, ഫ്ലൈറ്റ് ബുക്കിങ്ങുകൾ തുടങ്ങിയ എല്ലാ സാധനവും നമുക്ക് ഡേ ടു ഡേ ആവശ്യത്തിന് അല്ലെങ്കിൽ നമുക്ക് ഉള്ള നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ഡേ ടു ഡേ ആവശ്യത്തിന് മുന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പെക്സ് ടോക്കൺ ഉപയോഗിച്ചു. അപ്പൊ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ടോക്കൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നിന്ന്, സാധാരണ ബിഗ് മൈ ഷോ പോലത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്തതിനേക്കാൾ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമ്മുടെ ടോക്കണുകൾ ഉപയോഗിച്ച് അന്നത്തെ മാർക്കറ്റ് വാല്യൂവിന് തത്തുല്യമായ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും വലിയ നമ്മുടെ സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ടോക്കണെ തീർച്ചയായിട്ടും സക്സസ് ആക്കാൻ സാധിക്കും. അപ്പോൾ കമ്മ്യൂണിറ്റി മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഒരിക്കലും കമ്മ്യൂണിറ്റിയോ കമ്മ്യൂണിറ്റിയുടെ സിസ്റ്റത്തെയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെയോ മറന്ന് പോകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞാൻ അതിന് എൻ്റെ കമ്മ്യൂണിറ്റിയോട് ഉള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടി മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. നിങ്ങൾ ഏതൊരു കമ്മ്യൂണിറ്റി മെമ്പറിനും അവരുടെ ക്വസ്റ്റ്യൻസ് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു കസ്റ്റമർ സപ്പോർട്ട് സംവിധാനം നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട്. മുൻകൂട്ടി ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തിരുന്ന പോലെ നമുക്ക് മുന്നിൽ ഒരു എന്ത് ക്വരീസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസറബിൾ ആയിട്ട് കിട്ടാൻ ഒരു ടിക്കറ്റ് ഇഷ്യൂയിങ് സംവിധാനമുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ എന്റെ കുറ്റബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യമേ വന്നത്. എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സമയം എടുത്തു. ആ സമയത്തെ കോംപ്രമൈസ് ചെയ്ത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ലിസ്റ്റിംഗിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് തീർച്ചയായിട്ടും വീണ്ടും കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നൽകിക്കൊണ്ട് തന്നെ ഒരു വ്യക്തമായ ഡേറ്റ് മുന്നോട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും നമ്മുടെ കൺട്രോളിൽ മാത്രം നിൽക്കുന്ന കാര്യം ആയതുകൊണ്ടുമാണ് ഞാൻ അത് പറയാത്തത്. ഒരുപക്ഷെ ഈ യൂട്ടിലിറ്റി പ്രൊജക്ട് കൊണ്ടുവരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ എത്രയും പെട്ടെന്ന് തന്നെ എക്സ്ചേഞ്ചിൽ വിങ്ങെക്സിൽ തന്നെ ലിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്യും. നമ്മൾ ഒരു പരിധി വരെ അതിന്റെ ക്രൈറ്റീരിയകളൊക്കെ തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ രണ്ടാമത് റീസബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഈ ഇൻഫർമേഷൻസ് പാസ് ചെയ്തതാണ്. കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് പലരും അപ്ഡേറ്റുകൾ ചോദിക്കുന്നുണ്ടെങ്കിലും തരാൻ ഒരു പ്രോപ്പർ അപ്ഡേറ്റ് തരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നാൾ കാത്തിരുന്നത്. അങ്ങനെ തരാൻ സാധിക്കണം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഈ സൂം മീറ്റ് ഇത്രയും നാളും നീണ്ടുപോയത്. ഇവിടെ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന, നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത്. മാർച്ച് 31 ഉള്ളിൽ
അത് തീർച്ചയായിട്ടും എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ടെൻഷൻസ് ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാവരും ചോദിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരും, എപ്പോൾ വരും എന്നുള്ള, അല്ലെങ്കിൽ ഇന്ന ലിസ്റ്റ് ഇന്നാക്കുവോ നാളെ ആക്കുവോ എന്നുള്ളൊരു കൺഫ്യൂഷൻസിൽ ആരും നിൽക്കണ്ട. മാർച്ച് 31 തീർച്ചയായിട്ടും യൂട്ടിലിറ്റി പ്രൊജക്ട് കൊണ്ടുവന്നിരിക്കും. ആ യൂട്ടിലിറ്റി പ്രൊജക്ട് എന്താണെന്നും കൂടെ നിങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കാം. മുമ്പ് നമ്മൾ കൊണ്ടുവന്നിരുന്ന ലൈവ് ആക്കാൻ ശ്രമിച്ചിരുന്ന പല യൂട്ടിലിറ്റി പ്രൊജക്റ്റുകളും നിങ്ങൾക്ക് മുന്നിലുള്ള കാര്യം അറിയാം. ഒരു ഡേ ടു ഡേ യൂസിന് ഓരോ കമ്മ്യൂണിറ്റി മെമ്പർക്കും യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നിൽ യൂട്ടിലിറ്റി പ്രൊജക്ട് നമ്മൾ ലൈവ് ആക്കും. അതുപോലെ തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അപ്പെക്സ് കമ്മ്യൂണിറ്റി 3 വർഷമായിട്ട് ലൈവായിട്ടുണ്ട്. മറ്റ് ഒരുപാട് പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ടാവാം, പോയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ പലതും സജസ്റ്റ് ചെയ്ത് കാണാം. അപ്പെക്സ് ഒരിക്കലും നിങ്ങളെ ആരെയും ഉപേക്ഷിച്ച് പോവില്ല. ഇത് എക്കാലവും ഇനിയും മുന്നോട്ട് പോകാനുള്ളതാണ്. നിലവിലെ ടോട്ടൽ സപ്ലൈയുടെ വെറും 6% മാത്രമാണ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഈ ടോക്കണുകളെ തിരിച്ച് ബൈബാക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കാത്തത് കൊണ്ടല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ അപ്പെക്സ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം റൺ ചെയ്ത് പോകാനുള്ള മിനിമം സെർവർ കോസ്റ്റ്, മാർക്കറ്റ് മേക്കിംഗ് കോസ്റ്റ് ഒന്നും വേണ്ട, സ്റ്റാഫുകളുടെ കോസ്റ്റ് മാത്രം. നിങ്ങൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിന്റെ മൊത്തം വോളിയം നമുക്ക് ഇപ്പൊ പർച്ചേസ് ചെയ്യാൻ ഇന്നത്തെ നിലവിലെ മാർക്കറ്റ് റേറ്റ് വെച്ച് നമുക്ക് സാധിക്കാഞ്ഞിട്ടല്ല. ഈ ടോക്കണുകളെല്ലാം കമ്പനിയുടെ കൺട്രോളിലും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ കൺട്രോളിലും കൃത്യമായി വരും. ആ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഡേ ടു ഡേ യൂസിന്, ഡെയിലി യൂസിന് പറ്റാവുന്ന രീതിയിൽ ടോക്കണിന്റെ യൂട്ടിലിറ്റി പ്രൊജക്ട് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ആയിരിക്കും. അത് മാർച്ച് 31 മുമ്പ് തന്നെ വരും. വീണ്ടും എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണം. അതുപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങളിലും ഇത്രയും പ്രതിസന്ധി ഘട്ടങ്ങളിലും അപ്പെക്സിനെ പ്രതീക്ഷിച്ച് മുന്നോട്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും പ്രത്യേകമായി നന്ദി പറയുന്നു. നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് മാത്രം തന്നെ 125% മുകളിൽ ഹൈക്ക് ഇവിടെ ടോക്കണിന്റെ പ്രൈസിൽ വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇനിയും നമ്മൾ ഒട്ടും വൈകിട്ടില്ല. നിങ്ങൾ എല്ലാവരുടെയും ക്ഷമയോടെ കാത്തിരിക്കുന്നതിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും മുന്നോട്ടുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.